നമ്മളിപ്പോൾ കാണിച്ചാൽ ഏതെങ്കിലും റീപ്ലേസ് വണ്ടി ഉണ്ടോ? ഇതുവരെ കാണിച്ചാൽ ഒരു വണ്ടി റീപ്ലേസ് കാര്യങ്ങളില്ല. ഇനി കമന്റിൽ ചോദിക്കാൻ നിൽക്കണമെങ്കിൽ റീപ്ലേസ് ചോദിച്ചില്ല എന്ന്. കാരണം അത് ഓടിച്ചവനക്ക് അറിയുള്ളൂ ആ ഇന്നോവന്റെ വില എന്താണെന്ന്. അതിൽ ലാസ്റ്റ് എൻ്റെ ഏതാണ് നല്ല അടിപൊളിയാണ്. പിന്നെ എന്തെങ്കിലും ഗ്യാരണ്ടി കാര്യങ്ങളൊക്കെ വർക്ക്ഷോപ്പ് കാണിച്ചിട്ട് നിങ്ങൾക്ക് പൂർണ്ണമായും സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം വണ്ടി എടുത്താൽ മതി. അതായത് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വരുന്നത്. ഫ്യൂവൽ ഏതാ വരുന്നത്? ഡീസൽ. മോഡൽ വരുന്നത് 2017. ഹലോ ഫ്രണ്ട്സ്, മുക്താറാണ്. ഞാൻ വീണ്ടും മലപ്പുറം മോങ്ങത്താണ് വന്നിട്ടുള്ളത്. ഒരുപാട് ഇന്നോവൻ്റെ കളക്ഷൻസ് ഇവിടെ ഉണ്ട്. ഒന്നും രണ്ടും അല്ല, ഏകദേശം 20 മോഡൽസ് ഉണ്ട് ഇവിടെ. അപ്പം അതിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിൽസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫാമിലി ആയിട്ട് പോകാൻ പറ്റിയ ഒരു അടിപൊളി വണ്ടിയാണ് ഇന്നോവ. കാരണം അത് ഓടിച്ചവനക്ക് അറിയുള്ളൂ ആ ഇന്നോവൻ്റെ വില എന്താണെന്ന്. അതിനു മുമ്പ് നമ്മൾ ഇവിടുന്ന് സിറാജിനെ ആദ്യം പരിചയപ്പെടുത്തി തരാം. സിറാജ് വാ, എന്തൊക്കെയുണ്ട്? നല്ലതല്ലേ? ഒരുപാട് മോഡൽ ഉണ്ടല്ലേ? നമ്മളെ റെഡ്ബുൾ കളക്ഷൻസ് ആണ്. ഏകദേശം 20 മോഡൽ ഉണ്ടാവും അല്ലേ? ഇന്നോവ എങ്ങനെയാണ് ലേറ്റസ്റ്റ് ഏത് ഇയർ മുതലാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്? 2008 മുതൽ ലാസ്റ്റ് എൻ്റെ ഏതാണ്? 2015 വരെ. പിന്നെ ക്രിസ്റ്റാണ് ഉള്ളതല്ലേ? അപ്പോൾ എങ്ങനെയാണ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അത്യാവശ്യം ഓടിയ വണ്ടിയാണോ അല്ലെങ്കിൽ കറക്റ്റ് അല്ലാത്തതും ഉണ്ടല്ലേ? നമുക്ക് ഇതാ വസ്തു തന്നെ ഇവിടുന്ന് നോക്കാം. ടൊയോട്ടൻ്റെ ഇന്നോവ ഇവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇത് ഏതാണ് മോഡൽ വരുന്നത്? 2013 വി. ഇതെങ്ങനെയാണ്? ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ്? ഇത് ഏകദേശം എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? ഇത് 1,70,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. എത്രാമത്തെ ഓണർഷിപ്പാണ് വരുന്നത്? തേർഡ് ഓണർഷിപ്പാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയർ വർക്ക് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇൻറ്റീരിയർ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് ടയർ ഏകദേശം എത്ര പെർസെൻറ്റേജ് വരുന്നുണ്ട്? 70-60 ആ ഒരു അത്ര ഇത് വരുന്നുള്ളൂ അല്ലേ? ഇത് എത്ര കിലോമീറ്റർ ഓടി എന്ന് പറഞ്ഞത്? 1,70,000. അതുപോലെ തന്നെ ഏതാ ഫ്യൂൽ വരുന്നത്? പെട്രോൾ ആണോ ഡീസൽ ആണോ? ഡീസൽ വേരിയന്റ് ആണ് വരുന്നത്. ഇതെങ്ങനെയാണ് ചോദിക്കുന്ന പ്രൈസ്? ഇത് 8,25,000 രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. ഇതെങ്ങനെയാണ് ലോണ് കാര്യങ്ങൾ എങ്ങനെയാണ്? ഒരു 5-5.5 ലക്ഷം റുപ്യ ലോണ് കിട്ടും. 6 റുപ്യ ലോണ് കിട്ടും. ഏതാണ്? ബാങ്ക് ആണോ സേട്ടോ ആണോ? ബാങ്ക് ആണല്ലേ വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വേരിയന്റിലേക്ക് പോയാലോ? അതുപോലെ തന്നെ ടൊയോട്ടന്റെ ക്രിസ്റ്റ അല്ലേ? ഇതാണ് ഏതാണ് മോഡൽ വരുന്നത്? 2016 മോഡൽ 17 രജിസ്ട്രേഷൻ. 2016 മോഡൽ 2017 രജിസ്ട്രേഷൻ ആണ്. KL 11 കോഴിക്കോട് രജിസ്ട്രേഷൻ ആണ് വരുന്നത്. ഏകദേശം എത്ര കിലോമീറ്റർ ഓടി? ഇത് 2 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഓട്ടം ഓടിയിട്ടുണ്ട്. കാരണം ടൊയോട്ടന്റെ വണ്ടി ഇന്നോവൊക്കെ ആകുമ്പോൾ ഫാമിലി ആയിട്ട് പോകാൻ നല്ല അടിപൊളിയാണ്. കാരണം അത്യാവശ്യം നല്ല ആൾക്കാർ ഓടിക്കും. എത്രാമത്തെ ഓണർഷിപ്പാണ് വരുന്നത്? സിംഗിൾ ഓണർഷിപ്പാണ്. കാരണം ഇത് ജെനുവിൻ തന്നെയാണ്. കാരണം കിലോമീറ്റർ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ 2016 എടുത്ത വണ്ടി 2 ലക്ഷം കിലോമീറ്റർ ഓടി എന്നൊക്കെ പറയുമ്പോൾ ഇതെങ്ങനെയാണ്? പെട്രോൾ ആണോ ഡീസലാണ്? ടയർ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത്? ടയറൊക്കെ ഏകദേശം 80-90% വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇന്റീരിയർ വർക്ക് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഇന്റീരിയർ വർക്ക് കാര്യങ്ങളാണ് വരുന്നത്. ഇത് ചോദിക്കുന്ന പ്രൈസ് എങ്ങനെയാണ്? ഇത് 18 ലക്ഷം റുപ്യ. ഏറ്റവും ടോപ്പ് വേരിയന്റ് ആണ്. ഏറ്റവും ടോപ്പ് വേരിയന്റ് ആണല്ലേ വരുന്നത്? ഓക്കെ. ഇത് 18 ലക്ഷം. അത് നെഗോഷ്യബിൾ ആണോ? ലാസ്റ്റ് നമുക്ക് എത്രയൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും? ഒരു 17.5 ആ റേഞ്ചിൽ കൊടുക്കാം. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് വണ്ടിയാലും ഇന്നോവൻ്റെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഇവിടെ ഉണ്ട്. ഏത് വണ്ടിയാലും ഇവിടെ വന്ന് നോക്കി ഇഷ്ടപ്പെട്ട് വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ ചെയ്ത് വർക്ക്ഷോപ്പിലൊക്കെ കൊണ്ടുപോയി ചെക്ക് ചെയ്തിട്ട് മാത്രം എടുത്താൽ മതി അല്ലേ? പിന്നെ എന്തെങ്കിലും ഗ്യാരണ്ടി കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടോ? അല്ല, വർക്ക്ഷോപ്പിൽ കാണിക്കാം. ഓക്കെ. പിന്നീടുള്ള സെക്കൻഡ് വണ്ടികളാണല്ലോ. പിന്നീടുള്ള കംപ്ലൈന്റുകൾ നമ്മൾ സ്വീകരിക്കില്ല. ഇവിടെ അതായത് വണ്ടി എടുക്കുന്നതിന് മുമ്പ് വർക്ക്ഷോപ്പ് കാണിച്ചിട്ട് നിങ്ങൾക്ക് പൂർണ്ണമായും സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം വണ്ടി എടുത്താൽ മതിയല്ലേ? ഓക്കെ. ഇനി അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ള ഏതാ മോഡൽ ഏതാണ്? ഇത് 2012 ഫോർച്യൂണർ. ടൊയോട്ടൻ തന്നെ ഫോർച്യൂണർ ആണ് വരുന്നത്. 2012 അല്ലേ വരുന്നത്? അതായത് റീ രജിസ്ട്രേഷൻ ആണല്ലേ വരുന്നത്? ഓക്കെ. ഇതിപ്പോ എങ്ങനെയാണ്? എത്ര കിലോമീറ്റർ ഓടി? 1,40,000 കറക്റ്റ് സർവീസ് കാര്യങ്ങളാണല്ലേ വരുന്നത്. പിന്നെ ഇതിന്റെ ഇന്റീരിയർ വർക്ക് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം ആവറേജ് ഇന്റീരിയർ വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. ബ്ലാക്ക് കളറാണ് വരുന്നത്. ടയർ ഏകദേശം ഫുൾ തന്നെ ഉണ്ട് കേട്ടോ. ഇതിന്റെ സ്റ്റെപ്പിനി കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇത് ഫ്യൂവൽ വരുന്ന ഏതായിരുന്നു? ഇത് ഡീസൽ വേരിയന്റ് ആണല്ലേ വരുന്നത്. ഇത് എങ്ങനെയാണ് ചോദിക്കുന്നത്? ഇത് 12,70,000 നെഗോഷ്യബിൾ അല്ലേ? അതായത് ഇതിപ്പോ ഏകദേശം എത്ര ലോണ് കിട്ടും? ഇതിനൊരു 8 രൂപ വരെ ലോൺ കിട്ടും. എന്തായാലും കുറച്ച് എമൗണ്ട് നിങ്ങൾ എന്തായാലും കരുതണം. പിന്നെ അതുപോലെ തന്നെ ഇത് എത്രാമത്തെ ഓണർഷിപ്പാണ് വരുന്നത്? അത് 4th ഓണർഷിപ്പ്. അതായത് നിങ്ങളിപ്പോൾ എടുക്കുകയാണെങ്കിൽ 5ാമത്തെ ഓണർഷിപ്പിലേക്ക് വരും അല്ലേ?
അതുപോലെ തന്നെ നെക്സ്റ്റ് പോണത് നമ്മൾ ടൊയോട്ടൻ്റെ ഇന്നോവ തന്നെയാണ്. ആ മോഡൽ വരുന്നത് 2015. ഏകദേശം എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? 1,30,000 കിലോമീറ്റർ അല്ലേ. ഏതാണ് ഫ്യൂൽ വരുന്നത്? പെട്രോളോ ഡീസലോ? ഡീസൽ വേരിയന്റ് ആണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ എത്രാമത്തെ ഓണർഷിപ്പ് ആണ് വരുന്നത്? ഇത് സെക്കൻഡ് ഓണർഷിപ്പ്. അതായത് ഇതിപ്പോ എങ്ങനെയാണ് പ്രൈസ് ഒക്കെ ചോദിക്കുന്നത്? ഇത് 9,60,000 9,60,000 രൂപ. ടയർ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അലോവീല് കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ടയർ ഏകദേശം 90% തന്നെ ഉണ്ട്. 90-95% തന്നെ ഉണ്ട്. ഇന്റീരിയർ വർക്ക് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം ഇന്റീരിയർ വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. വൈറ്റ് കളറാണ് വരുന്നത്. എന്തായാലും ഇന്നോവ ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഉണ്ട്. റെഡ്ബുള്ളി മോങ്ങ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ അടുത്തത് നമ്മൾ ഇന്നോവ തന്നെയാണ് നോക്കാൻ പോകുന്നത്. ഇത് ഏതാ മോഡൽ വരുന്നത്? ഇതും 2015 മോഡലാണ് വരുന്നത്. ഏകദേശം എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്? കിലോമീറ്റർ 1,40,000 കറക്റ്റ് ആവുമെന്ന് നമ്മൾ പറയില്ല. 2015 1,40,000 കിലോമീറ്റർ കറക്റ്റ് ആണെന്ന് പറയുന്നില്ല. ഓക്കെ, സത്യസന്ധമായിട്ട് എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ എത്രാമത്തെ ഓണർഷിപ്പാണ്? സെക്കൻഡ് ഓണർഷിപ്പാണ് വരുന്നത്. ഫ്യൂൽ ഏതാ വരുന്നത്? ഡീസൽ. ചോദിക്കുന്ന പ്രൈസ് എങ്ങനെയാണ്? ഇത് 9,50,000. 9,50,000 നെഗോഷ്യബിൾ അല്ലേ? അതെ. നമുക്ക് ഇതിപ്പോൾ ഏകദേശം എത്ര ലോൺ കിട്ടും? ഇതിന് ഒരു 7,000 രൂപ. 7,000 ലക്ഷം റുപ്യ ലോൺ തന്നെ കിട്ടും അല്ലേ? ഇതിൻ്റെ ഇന്റീരിയർ വർക്ക് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം ആവറേജ് ഇന്റീരിയർ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത് നോക്കുകയാണെങ്കിൽ ഏകദേശം 75-80% ടയറും വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് നോക്കാം. കാരണം ഒരുപാട് ഇന്നോവ കളക്ഷൻസ് ഉണ്ട്. അതാണ് ഞാൻ പെട്ടെന്ന് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നത്. അപ്പോൾ അടുത്ത മോഡൽ വരുന്നത് ടൊയോട്ടൻ്റെ ഇന്നോവ എന്നാണ് വരുന്നത്. ഇത് ഏതാണ് മോഡൽ വരുന്നത്? 2012 മോഡൽ. ഏകദേശം എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്? ഇത് 1,60,000. 1,60,000 കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്. ഏകദേശം എത്രാമത്തെ ഓണർഷിപ്പാണ് വരുന്നത്? ഇത് തേർഡ് ഓണർഷിപ്പാണ് വരുന്നത്. ഫ്യൂൽ ഏതാ വരുന്നത്? പെട്രോൾ ഡീസൽ വേരിയന്റ് തന്നെയാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇന്റീരിയർ വർക്ക് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ തന്നെ എക്സ്ട്രാ ഇന്റീരിയർ വർക്ക് സീറ്റ് ബെൽറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ? ചെയ്തിട്ടുണ്ടല്ലേ. ടയർ കാര്യങ്ങളൊക്കെ ഏകദേശം 65-70% വരുന്നുണ്ട്. എങ്ങനെയാണ് ചോദിക്കുന്ന പ്രൈസ്? ഇത് 7,00,000 രൂപ. ലാസ്റ്റ് ആണോ? എന്തെങ്കിലും ചെറുതായിട്ട് കൊടുക്കും. ഇതിന് ഏകദേശം എത്ര ലോൺ കിട്ടും? ഇതിനൊരു 5,500 രൂപ ലോൺ കിട്ടും. ചോദിക്കുന്ന വില 7,00,000 രൂപ അല്ലേ? ഓക്കെ, എന്തായാലും ഒക്കെ നെഗോഷ്യബിൾ തന്നെ കേട്ടോ. ഇവർ പറയുന്ന പ്രൈസ് നോക്കണ്ട. നിങ്ങളിവിടെ വന്ന് ഇവരായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ എന്തായാലും കുറച്ച് കൊടുക്കും അല്ലേ? ഞാൻ അതുപോലെ തന്നെ ഇത്ര ടൊയോട്ടൻ്റെ വണ്ടിയിൽ നിന്ന് ഒരു മാരുതിൻ്റെ വണ്ടി വരുന്നുണ്ട്. ഒറ്റ മാരുതിൻ്റെ വണ്ടി തന്നെ ഉള്ളൂ? ഒന്നുകൂടി ഉണ്ടാവും അല്ലേ? ഓക്കെ, ഉള്ളിലുണ്ടാവും. ഇപ്പോൾ മാരുതിൻ്റെ ബ്രസ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് മോഡലാണ് വരുന്നത്. ഇത് ഏകദേശം ഏതാ മോഡൽ വരുന്നത്? 2017 മോഡലാണ്. എത്രാമത്തെ ഓണർഷിപ്പാണ്? ഇത് സിംഗിൾ ഓണർഷിപ്പ്, സെക്കൻഡ് ഓണർഷിപ്പാണ്. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ നമ്പർ പ്ലേറ്റ് ആണ്. 2000 KL60M 2000 ഫാൻസി നമ്പറാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇന്റീരിയർ വർക്ക് കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. 2017 മോഡലാണ് വരുന്നത്. ഏകദേശം ടയർ 80% ഉണ്ടാവും അല്ലേ? ടയർ ഏകദേശം 80% വരുന്നുണ്ട്. ഇതിൻ്റെ സ്റ്റെപ്പിന് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടോ? നോക്കിയിട്ടില്ല. എന്തായാലും സ്റ്റെപ്പിനൊന്നും യൂസ് ചെയ്യാൻ ചാൻസ് കുറവാണ്. അത്യാവശ്യം എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? 70,000 കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ടുള്ളൂ. അപ്പോൾ എന്തായാലും സ്റ്റെപ്പിനൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടുണ്ടാവില്ല. എങ്ങനെയാണ് പ്രൈസ് വരുന്നത്? ഇത് 6,90,000 രൂപ. 6,90,000 രൂപ നെറ്റ് പ്രൈസ് ആണോ? നെഗോഷ്യബിൾ അല്ലേ? ചെറുതായിട്ട് കൊടുക്കും. നമുക്കിതിപ്പോൾ ഏകദേശം എത്ര ലോൺ കിട്ടും? അത്യാവശ്യം ലോൺ കിട്ടൂലേ? അതെ, 5-5.5 ലക്ഷം രൂപ എന്തായാലും ലോൺ കിട്ടും. ബാങ്ക് തന്നെ ആയിരിക്കുമല്ലോ കിട്ടുക. ഏതാ ഫ്യൂല് വരുന്നത്? ഡീസൽ തന്നെയല്ലേ വരുന്നത്? ഓക്കെ, ഇനിയിപ്പം ബാക്കിൽ അതായത് ഇന്നോവൻ്റെ ഒരു വമ്പം കളക്ഷൻസ് തന്നെ ഉണ്ട് ഇതിൻ്റെ ബാക്കിൽ. ഇന്നോവ ഇപ്പോൾ എണ്ണ തീരുവില്ലാന്നാണ് തോന്നുന്നത്. ഒരുപാട് മോഡൽസ് ഉണ്ട്. ഒരുപാട് മോഡൽസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ അടുത്ത മോഡൽ ടൊയോട്ടൻ്റെ ഇന്നോവ ഏതാ മോഡൽ വരുന്നത്? 2008 മോഡൽ. ഇവിടുത്തെ ഏറ്റവും കുറഞ്ഞ മോഡൽ ഇതായിരിക്കും. 2008 മോഡലാണ് വരുന്നത്. ഏകദേശം എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? 2,40,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. എത്രാമത്തെ ഓണർഷിപ്പാണ് വരുന്നത്? ഫോർത്ത് ഓണർഷിപ്പാണ് വരുന്നത്. ഫ്യൂൽ ഏതാ വരുന്നത്? ഡീസൽ. എന്തെങ്കിലും കംപ്ലൈൻറ്റ് റീപ്ലേസ് കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഇവിടെ റീപ്ലേസ് കാര്യങ്ങളിൽ എടുക്കുന്നുണ്ടോ വണ്ടി? നമ്മളിപ്പോൾ കാണിച്ചാൽ ഏതെങ്കിലും റീപ്ലേസ് വണ്ടി ഉണ്ടോ? ഇതുവരെ കാണിച്ചാൽ ഒരു വണ്ടി റീപ്ലേസ് കാര്യങ്ങളില്ല. ഇനി കമന്റിൽ ചോദിക്കാൻ നിൽക്കണമെങ്കിൽ റീപ്ലേസ് ചോദിച്ചില്ല എന്ന്. അപ്പം റീപ്ലേസ് കാര്യങ്ങളുള്ള ഇതുവരെ നമ്മൾ കാണിച്ചാലില്ല. ഇപ്പോൾ ഇനി കാണിക്കാൻ മോഡലുണ്ടോ റീപ്ലേസ് വരുന്നത്? ചെറുതായിട്ടുണ്ടെങ്കിൽ ആ റീപ്ലേസ് ഉള്ളത് ചെറിയൊരു റീപ്ലേസ് ഉണ്ട്. ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതെന്താണ്? അത് 2 ഡോർ ഒന്ന് ചാരിപ്പോയതാല്ലേ? ഓക്കെ. ഇതിപ്പോൾ ഏതാ ഫ്യൂല് വരുന്നത്? ഇത് ഡീസൽ ആണ് വരുന്നത്. അതുപോലെ തന്നെ ഇത് എങ്ങനെയാണ് ചോദിക്കുന്ന പ്രൈസ്? ഇത് 3,50,000 രൂപ. 3,50,000 രൂപ. 3,400 നമ്മൾ ഫൈനൽ കൊടുക്കും. ഓക്കെ, 3,400 ഫൈനലിന് കൊടുക്കും. ഇത് കിട്ടുമോ? ലോൺ കിട്ടുമോ? ലോൺ കിട്ടാൻ സേർട്ട് കിട്ടും അല്ലേ? സേർട്ട് കിട്ടാൻ അതിനെ ഓരോ ഏരിയക്ക് അനുസരിച്ചിട്ടായിരിക്കും അല്ലേ? അത് ഏരിയ എങ്ങനെയാണ് നിങ്ങൾ നോക്കുന്നത്?
അത് നമ്മളല്ല, അത് സേട്ടുമാർ നോക്കുമല്ലേ? ഓക്കെ. എന്താ ലോണിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ വരെ നമ്പർ കൊടുക്കുക, നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് മോഡൽ വരുന്നത് ഇന്നോവ തന്നെ. ഏതാ മോഡൽ വരുന്നത്? ഇത് 2013 മോഡലാണ് വരുന്നത്. ഏകദേശം എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്? 1,40,000 കിലോമീറ്റർ ആണ് ഇതിലുള്ളത്. പക്ഷെ കറക്റ്റ് അല്ല എന്നാണ് പറയുന്നത്, സത്യസന്ധമായിട്ട് പറയുന്ന വ്യക്തിയാണ്. സർവീസ് കാര്യങ്ങളൊക്കെ കറക്റ്റാണ്. രണ്ടിന്റെ പുറത്ത് ഓടിയിട്ടുണ്ടല്ലേ? ഓക്കെ. ഇത് ഫ്യൂവൽ ഏതാ വരുന്നത്? ഡീസൽ വേരിയന്റ് ആണ് വരുന്നത്. എത്രാമത്തെ ഇതാണ് വരുന്നത്? സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വരുന്നത്. റീപ്ലേസ് കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഒന്നുമില്ല. അതുപോലെ തന്നെ ടയർ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു 60-70% വരുന്നുള്ളൂ. അതുപോലെ തന്നെ അഡ്വക്കേറ്റ് യൂസ് ചെയ്ത വണ്ടിയാണ്, അതുകൊണ്ടായിരിക്കുമല്ലോ ചിലപ്പം കിലോമീറ്ററൊക്കെ കുറച്ചത് അഡ്വക്കേറ്റ് യൂസ് ചെയ്തുകൊണ്ടായിരിക്കും. അടിപൊളി. അത് പൊളിച്ച്. ഓക്കെ. ഓക്കെ. ഇതിപ്പോൾ എങ്ങനെയാണ് ചോദിക്കുന്ന പ്രൈസ്? ഇത് 9,25,000. 9,25,000 റുപ്യ. ലാസ്റ്റ് ആണോ? നെഗോഷ്യബിൾ ആണോ? ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇതിപ്പോൾ ഏകദേശം എത്ര ലോൺ കിട്ടും? ഇതിനൊരു 7,500,000 റുപ്യ ഏകദേശം ലോണ് കിട്ടും അല്ലേ? ഓക്കെ. അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് മോഡൽ ഇന്നോവൻ്റെ ഏതാ മോഡൽ വരുന്നത്? 2013 G4. ഓക്കെ. ഏകദേശം എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്? ഇത് 1,89,000. 1,89,000. ഇത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കറക്റ്റ് തന്നെയല്ലേ? അത് നമ്മൾ ഹിസ്റ്ററി എടുത്ത് നോക്കിയില്ല. പ്രൈവറ്റ് വണ്ടിയാണ്. ഓക്കെ. അതായത് റീപ്ലേസ് കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഒന്നുമില്ല. ടയർ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഏകദേശം 65-70% എന്നാണ് വരുന്നത്. ഇതെങ്ങനെയാണ് ചോദിക്കുന്ന പ്രൈസ്? ഇത് 7,00,000 റുപ്യ. അതായത് നമുക്കിപ്പോൾ ലാസ്റ്റ് 25 ആ റേഞ്ചിൽ കൊടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഏതാണ് അടവ് ഏകദേശം എത്ര കിട്ടും? ലോൺ ഏകദേശം എത്ര കിട്ടും? 5-5 ലക്ഷം റുപ്യ ലോണ് കിട്ടും. അതുപോലെ തന്നെ നെക്സ്റ്റ് മോഡൽ വരുന്നത് ഏതാണ്? ഇത് 2013. ഏകദേശം എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്? ഇത് 1,40,000. 1,40,000 കിലോമീറ്റർ. എത്രാമത്തെ ഓണർഷിപ്പാണ് വരുന്നത്? ഇത് സെക്കൻഡ് ഓണർഷിപ്പ്. ഇത് റീപ്ലേസ് കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഒന്നുമില്ല. ഇപ്പൊ ടയർ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഏകദേശം ഫുള്ളാണല്ലേ? ഫുൾ ടയർ ഉണ്ട്. ഇതിന്റെ സ്റ്റെപ്പിന് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടോ? ചെക്ക് ചെയ്തിട്ടില്ല അല്ലേ? പിന്നെ ഇതെങ്ങനെയാണ് ചോദിക്കുന്ന പ്രൈസ്? ഇത് 8,75,000. 8,75,000 ലാസ്റ്റ് 8-8.5 നമുക്ക് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇത് ഫിനാൻസ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം എത്ര? ഒരു 6-6.5 ലോണ് കിട്ടും അല്ലേ? ഇന്റീരിയർ വർക്ക് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ഫിനിഷിംഗ് ഇന്റീരിയർ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ നെക്സ്റ്റ് നോക്കാനുള്ളത് ഒരു ഡോക്ടർ യൂസ് ചെയ്ത ഒരു ഇന്നോവ മോഡലാണ് അല്ലേ? ഏതാ മോഡൽ വരുന്നത്? ഇത് 2015. എത്രാമത്തെ ഓണർഷിപ്പാണ് വരുന്നത്? ഇത് RC വലിയ പഴയ RC ആണ്. അതിൽ ഓണർഷിപ്പ് കാണിക്കൂല. അപ്പൊ നിലവിൽ ഇപ്പോൾ നമ്മൾ സൈറ്റിൽ അടിച്ചു നോക്കിയപ്പോൾ സെക്കൻഡ് ഇടയ്ക്ക് തേർഡ് ആവുന്നുണ്ട്. അപ്പൊ ഫോർത്ത് കൂട്ടല്ലേ? അല്ല, തേർഡ് ഒന്ന് സെക്കൻഡ് തന്നെ അല്ല തേർഡ്. ഓക്കെ. ഇതിപ്പോ ഏകദേശം എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്? ഇത് 1,72,000. 72,000 കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്. അത് കറക്റ്റ് തന്നെയാണോ? കറക്റ്റ് തന്നെയാണോ? റീപ്ലേസ് കാര്യങ്ങൾ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഇതിപ്പോ ടയറൊക്കെ എത്ര പെർസെന്റേജ് വരുന്നുണ്ട് നമുക്ക്? ടയർ 90, 85-90 ആ റേഞ്ചിൽ ടയർ വരുന്നുണ്ട്. ഒറിജിനൽ ടയർ തന്നെയല്ലേ വരുന്നത്? ഓക്കെ. ഇതിപ്പോൾ എങ്ങനെയാണ് ചോദിക്കുന്ന പ്രൈസ്? ഇത് 11 ലക്ഷം റുപ്യ. 11 ലക്ഷം റുപ്യ ലാസ്റ്റ് നെഗോഷ്യബിൾ ചെയ്ത് കൊടുക്കല്ലേ? നമുക്കിപ്പോൾ ലോൺ ഇപ്പോൾ ഏകദേശം ഇത് എത്ര കിട്ടും? ഒരു 8,900 റുപ്യ ലോൺ കിട്ടും അല്ലേ? പിന്നെ അതുപോലെ തന്നെ ഇത് ഫ്യൂവൽ ഏതാ വരുന്നത്? ഡീസൽ വേരിയൻ്റ് അല്ലേ വരുന്നത്? ഓക്കെ. ഇപ്പം എന്തായാലും നമുക്ക് നെക്സ്റ്റ് മോഡൽ നോക്കാം. ഇതേതാ മോഡൽ വരുന്നത്? 2015 മോഡൽ. ഏകദേശം എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്? ഇത് 1,60,000 കിലോമീറ്റർ. 1,60,000 കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ടല്ലേ? എത്രാമത്തെ ഓണർഷിപ്പാണ് വരുന്നത്? ഇത് ഓണർഷിപ്പ് നമ്മൾ നോക്കിയിട്ടില്ല. കാരണം വണ്ടി ഇപ്പം പുതിയ വന്നതാണോ? അപ്പുറത്ത് എത്തിയിട്ടുള്ള നമ്പർ ആയതാലേ? ഇത് കേരള രജിസ്ട്രേഷൻ അല്ലേ? ഇല്ല, ഓൾറെഡി റീരജിസ്ട്രേഷൻ വണ്ടിയല്ലേ? ഓക്കെ. ഇതിപ്പോ എത്രാമത്തെ ഓണർഷിപ്പാന്ന് പറഞ്ഞത്? ഇത് ഓണർഷിപ്പ് നമ്മൾ നോക്കിയിട്ടില്ല അല്ലേ? ഓക്കെ. പിന്നെ ടയർ കാര്യങ്ങളൊക്കെ ഏകദേശം 80-90% ടയർ തന്നെ വരുന്നുണ്ട്. ഇന്ത്യൻ വർക്ക് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ഫിനിഷിങ്ങിൽ ഇന്ത്യൻ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ചോദിക്കുന്ന പ്രൈസ്? ഇത് 15V ആണ് ഫുൾ ഓപ്ഷൻ. അതിൽ ഇതിന് 11 റുപ്യാണ് ചോദിക്കുന്നത്. 11 ലക്ഷം റുപ്യ. ഒരു 10,300 ചെയ്ത് കൊടുക്കും. ലോണ് കാര്യങ്ങളൊക്കെ കിട്ടൂലേ? എന്തായാലും നിങ്ങൾ പറഞ്ഞ ഒരു 8-8.5 ലക്ഷം റുപ്യ ഏകദേശം ലോണ് കിട്ടുമല്ലേ? പിന്നെ അതുപോലെ തന്നെ റീപ്ലേസ് കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും വരുന്നുണ്ടോ? ഏതാ ഫ്യൂവൽ വരുന്നത്? ഡീസൽ വേരിയൻ്റ് ആണ് വരുന്നത്. അതുപോലെ തന്നെ അപ്പുറം ആ സൈഡിലൊക്കെ ഒരുപാട് ഇന്നോവകളുണ്ട്. ഇപ്പം 2008 സ്റ്റാർട്ട് ചെയ്യുന്നത്. ലാസ്റ്റ് ഇയർ 2015 വരുന്നത്. ഓക്കെ. അതിൻ്റെ ഇടയിലുള്ള ഒരുപാട് വണ്ടികൾ ഇവിടെ കളക്ഷൻ സ്റ്റോക്ക് ഉണ്ട്. വാ സിറാജ് ഇങ്ങോട്ട് വാ.
ഒരുപാട് കളക്ഷൻസ് ഇവിടെ സ്റ്റോക്ക് ഉണ്ട്. ഞാൻ എന്തായാലും ഇവിടുത്തെ ഈ റെഡ്ബുൾ അല്ലേ, റെഡ്ബെല്ലിൻ്റെ കോൺടാക്ട് നമ്പർ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. ഇന്നോവ വണ്ടി ആവശ്യമുള്ളവർക്ക് ഇവിടെ കോൺടാക്ട് ചെയ്താൽ മതി അല്ലേ. ഒരുപാട് ഇന്നോവൻ്റെ കളക്ഷൻസ് ഇവിടെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇത് മിസ് ചെയ്യണ്ട. അതുപോലെ തന്നെ ഡെയിലി യൂസ്ഡ് കാറിൻ്റെ റിവ്യൂസ് നമ്മളെ ചാനലിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ എന്തായാലും ആ തൊട്ടടുത്തുള്ള സബ്സ്ക്രൈബ് ബട്ടണും നോട്ടിഫിക്കേഷൻ ബട്ടണൊക്കെ അമർത്തി മാക്സിമം ഷെയർ ചെയ്തോളി. നാളെയും അടിപൊളി വീഡിയോസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇവരെ വിളിക്കാൻ വേണ്ടി മറക്കേണ്ട ഇന്നോവ ആവശ്യമുള്ള ആൾക്കാർ. അപ്പോൾ എന്തായാലും ഒരു ബൈ.